കഴിഞ്ഞ ദിവസം രാത്രി 1:30-ക്ക് ശേഷമാണ് പൊന്നാംകാണി സ്വദേശി സാബുവിന്റെ കൃഷിയിടത്തിലെ ജോലിക്കാരായ ഇതര സംസ്ഥാന തൊഴിലാളികൾ പുലിയുടെ അലർച്ച കേട്ടത്. ശബ്ദം കേട്ട് ഭയന്ന തൊഴിലാളികൾ രാത്രി പുറത്തിറങ്ങാതെ ലയത്തിൽ തന്നെ കഴിച്ചുകൂട്ടി. സമീപവാസിയായ ബിജുവിന്റെ ആട്ടിൻകൂടിന് സമീപവും പുലി എത്തിയതായി പറയുന്നു. ക്രിസ്മസ് ദിനത്തിലും സമാനമായ രീതിയിൽ പുലിയുടെ ശബ്ദം കേട്ടതായി ഇതര സംസ്ഥാന തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ രാത്രി വന്ന് ഞാൻ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴാണ് 1:24 ഇവർ വിളിക്കുന്നത്. ഇതുപോലെ പുലിയുടെ സൗണ്ട് കേട്ടു, ഇവിടെ കിടന്ന് ഭയങ്കര ബഹളമാണ്. ഇത് രണ്ടെണ്ണം ഉണ്ടായിരുന്നാണ് ഇവർ പറയുന്നത്, ഒരു വലുതും ഒരു ചെറുതും. ഇവർ പേടിച്ചിട്ട് ഗേറ്റ് തുറന്നില്ല. ഇവർ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പുലി അങ്ങോട്ട് ഓടിയെന്നാണ് ഇവർ പറയുന്നത്, വലത് സൈഡിലേക്ക് ഓടി. അപ്പോൾ ഞാൻ ഇവർ പറയുന്നത് ശരിയാണോ എന്നറിയാനായിട്ട് രാവിലെ വന്നിട്ട് അടുത്ത വീട്ടിൽ പോയി. അടുത്ത വീട്ടിലൊക്കെ അവർ കണ്ടോന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞ് ഇന്നലെ ആട്ടിൻകൂട്ടിനകത്ത് എന്തോ വന്നിരുന്നു, ആടൊക്കെ കൂടെ ബഹളം വെക്കുന്ന കണ്ടുകൊണ്ട് ഇവർ ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതെന്തോ ഓടിപ്പോയെന്ന് അവർ കണ്ടതായിട്ട് പറയുന്നുണ്ട്. കല്ലാർ ഫോറസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും നെടുങ്കണ്ടം പോലീസും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പുലിയുടെ കാൽപ്പാടുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും രാത്രികാലത്ത് പുറത്തിറങ്ങരുതെന്ന് വനം വകുപ്പ് നിർദ്ദേശം നൽകി. സാബു പൊന്നാങ്ങാണി എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ വിളിച്ചിട്ടുള്ളത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായിട്ട് അലർച്ച കേൾക്കുന്നുണ്ടെന്ന്, പുലിയുടെ ആണെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അതനുസരിച്ച് ഞങ്ങളിന്ന് വന്ന് പരിശോധന നടത്തുകയും നിലവിലെ പുലിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും അവിടെ കാൽപ്പാട് പക്മാർക്കുണ്ടാവും. അത് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ആരും കണ്ടവരുമില്ല. എന്നാലും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട് വെളിയിൽ ഇറങ്ങരുത്, സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ വെളിയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എന്നാണെന്ന് നമുക്കിതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. കാരണം പരിശോധനയിൽ പന്നിയുടെ കാൽപ്പാടല്ലാതെ വേറൊരു കാൽപ്പാടും ഈ പരിസരത്തിൽ നമുക്ക് കിട്ടിയിട്ടില്ല. സമീപ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും സമാനമായ രീതിയിലുള്ള സംഭവം നടന്നിട്ടുണ്ടോ എന്നതും വനം വകുപ്പ് പരിശോധിച്ചു വരികയാണ്. സമാന സംഭവങ്ങൾ ആവർത്തിച്ചാൽ ക്യാമറ സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് തീരുമാനം. സി മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.